This is brand new iPhone 16e and this is iPhone 16. ഈ രണ്ട് ഡിവൈസിലും കുറേയധികം അടിപൊളിയായ ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെന്നല്ലേ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട്. സോ എന്തായാലും ഫുൾ ഫ്ലെജ് വീഡിയോസും കാണുക. ഇതേപോലുള്ള ആപ്പിൾ റിലേറ്റഡ് ആയ ടോപ്പിക്സും കോണ്ടന്റ്സും കാണുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ജേബിൻ സേവിയ ആൻഡ് വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം തന്നെ നമുക്ക് ഈ രണ്ട് ഡിവൈസിൻ്റെയും ഡിസ്പ്ലേ ടെക്നോളജി നോക്കാം. രണ്ട് ഡിവൈസിലും സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്ന സെയിം ഡിസ്പ്ലേ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഇവിടെ മാറ്റം വരുന്നത് ബ്രൈറ്റ്നെസ്സിലും നിറ്റ്സിലും അതിൽ കൊണ്ടുവന്ന കുറച്ച് യൂസർ ഇൻട്രാക്റ്റീവായ ഫീച്ചേഴ്സിലാണ്. നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് iPhone 16 വരുന്ന ഒരു 2000 നിറ്റ്സ് ആണ്. അത്രമാത്രം പീക്ക് ബ്രൈറ്റ്നസ് ഈ പറഞ്ഞ 16eയിൽ ലഭിക്കില്ല. അതേപോലെ HDR കോണ്ടന്റും ആൻഡ് ഈ പറയുന്ന ഔട്ട്ഡോർ യൂസേജും കുറച്ചധികം വ്യത്യാസം ഈ പറഞ്ഞ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആൻഡ് നിറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഡെയിലി ലൈഫിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 16ലാണെങ്കിൽ നമുക്ക് 1 നിറ്റ്സ് വരെയും ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്ക് ഡിമ്മാക്കാൻ പറ്റും. പക്ഷേ iPhone 16eയിലേക്ക് വരുമ്പോൾ ആ ഒരു 1 നിറ്റ്സിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നില്ല. ആൻഡ് യൂസർ ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് ഇൻട്രാക്റ്റീവായി വരുന്ന ഒരു ഓപ്ഷനാണ് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫങ്ഷണാലിറ്റി iPhone 16ൽ മാത്രമാണ് ലഭിക്കുന്നത്. iPhone 16eയിൽ പഴയ ഐഫോണിൻ്റെയൊക്കെ ആ നോച്ച് സിസ്റ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡ് ഇത്രമാത്രം യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ഓപ്ഷനാണോ? സത്യമായിട്ടും പറഞ്ഞാൽ യെസ്. കാരണം കുറേയധികം കാര്യങ്ങൾ ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡൈനാമിക് ഐലൻഡിൻ്റെ ഒരു ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ, ഡെഡിക്കേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിൽ എന്തായാലും കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ബിക്കോസ് കുറേയധികം അടിപൊളിയായ കാര്യങ്ങൾ ഡൈനാമിക് ഐലൻഡിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്തൊരു കാര്യമാണ് ഈ പറയുന്ന ഡിവൈസുകളുടെ ബ്രൈറ്റ്നസ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കളേഴ്സിലും ഈ പറയുന്ന കുറച്ചധികം വ്യത്യാസങ്ങൾ ചില ഫോട്ടോസ് എടുക്കുമ്പോൾ മനസ്സിലാവും. ബ്ലാക്കും വൈറ്റും ഗ്രേയും ഈ പറഞ്ഞ കളർ കോമ്പിനേഷൻസിനെ ആ ഒരു കളർ കോൺട്രാസ്റ്റും നമുക്ക് 16ലും 16eയിലും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ വലിയൊരു ജമ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം iPhone 16ൽ വരുന്ന ഡ്യുവൽ ക്യാമറ ആണെങ്കിൽ 16eയിൽ ഒരു സിംഗിൾ ക്യാമറ മാത്രമാണ് ലഭിക്കുന്നത്. 48 മെഗാ പിക്സലിലെ സെയിം ക്യാമറ സിസ്റ്റം, ഫ്യൂഷൻ ക്യാമറ സിസ്റ്റം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും ഇവിടെ ഫങ്ഷണാലിറ്റിയിൽ കുറേയധികം വ്യത്യാസങ്ങളും വലിയൊരു ജമ്പും 16ൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ സ്പേഷ്യൽ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് 16 എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ മാക്രോ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് 16 എടുക്കാൻ പറ്റുക. ആൻഡ് അൾട്രാ വൈഡിൻ്റെ ഓപ്ഷനും 16ലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അൾട്രാ വൈഡ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റണ്ണിങ് ആയ 12 മെഗാ പിക്സൽ ഒരു ക്യാമറയും കൂടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫങ്ഷണാലിറ്റിയും നിങ്ങൾക്ക് 16eയിൽ ലഭിക്കില്ല. ഇനി വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ ആക്ഷൻ മോഡ് നിങ്ങൾക്ക് 16ലാണ് ലഭിക്കുന്നത്. അതേപോലെ സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിങ്ങും 16ലാണ് ലഭിക്കുന്നത്. ക്യാമറയിലെ ഈ ഒരു സിനിമാറ്റിക് മോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. മാക്രോ വീഡിയോഗ്രാഫിയും നിങ്ങൾക്ക് ലഭിക്കില്ല. ഈ പറയുന്ന 4 കാര്യങ്ങളും വീഡിയോഗ്രാഫിയിലും ഈ iPhone 16eയിൽ ലഭിക്കുന്നില്ല. പക്ഷേ ഒരു എന്താ പറയുക, എൻട്രി ലെവൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസ് ഓക്കെയാണ്. ആൻഡ് നിങ്ങൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന നല്ല നല്ല ഫോട്ടോസും അതേപോലെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ബിഗിനർ അല്ല, ഒരു പ്രോ ബിഗിനർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഗോ ഫോർ iPhone 16. കാരണം ഈ ഓപ്ഷൻസ് എല്ലാം വരുന്നത് iPhone 16 മാത്രമാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ചിപ്സെറ്റ് ആൻഡ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ഡിവൈസും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. iPhone 16eയിലേക്ക് വരുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ C1 എന്ന് പറയുന്ന മോഡം നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഡിവൈസിൻ്റെ ഈ ഒരു ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി കൺസപ്ഷൻ നല്ല രീതിക്ക് ആപ്പിളിനെ കുറക്കാൻ പറ്റും. അതോടൊപ്പം A18 എന്ന് പറഞ്ഞാൽ പുതിയ ചിപ്സെറ്റും ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. യെസ്, ശരിയാണ്. ഈ പറഞ്ഞ 4 കോർ ഓഫ് GPU മാത്രമാണ് ഡിവൈസിൽ ലഭിക്കുന്നത്. പക്ഷേ ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്ത് ഫങ്ഷണാലിറ്റീസിനോ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 കോർ GPU എന്ന് പറഞ്ഞ പേരിൽ പ്രോസസ്സിങ്ങിന് കുഴപ്പം വരില്ല. എവിടെയാണ് പ്രോസസ്സിങ് കുഴപ്പം വരുന്നത്?
ഈ പറഞ്ഞ ക്യാമറ എടുക്കുമ്പോൾ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ GPUവിൻ്റെ കുറച്ചധികം കുറവുകൾ നമുക്ക് ഫീൽ ചെയ്യുക. പോർട്രേറ്റ് മോഡുകളും അതേപോലെ എഡ്ജ് ഡിറ്റക്ഷനും ഈ പറയുന്ന GPU കുറവായതുകൊണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 16ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് A18ൻ്റെ ഏറ്റവും പുതിയ പ്രോസസ്സറും 5 കോർ ഓഫ് GPUവും ലഭിക്കുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളും സീംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ഇല്ലാത്ത iPhone 16 മാത്രം കിട്ടുന്ന ഒരു ഓപ്ഷനാണ് അൾട്രാ വൈഡിൻ്റെ ഒരു ബാൻഡ് എന്ന് പറയുന്നത്, U1 ബാൻഡ് എന്ന് പറയും. പ്രിസിഷൻ ഫൈൻഡിങ്ങിന് നമ്മുടെ എയർടാഗോ എയർപോർട്സോ നമുക്ക് മിസ്സാവുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ ഒരു ഫങ്ഷനാലിറ്റിയാണ് പ്രിസിഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് iPhone 16 മാത്രമാണ് ലഭിക്കുന്നത്, 16eയിൽ ലഭിക്കില്ല. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് പവർ ആൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. പവറിൽ നമുക്ക് നോക്കുമ്പോൾ രണ്ട് ഡിവൈസിലും USB-C തന്നെയാണ് വരുന്നത്. ഫാസ്റ്റും അത്യാവശ്യം കുഴപ്പമില്ല ചാർജ് ചെയ്യാം. എന്നാലും കുറച്ചധികം ഹയർ പവറിൽ വോൾട്ടേജ് കൂട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ പവർ കൊടുക്കുമ്പോൾ 16ൽ നിങ്ങൾക്ക് മാക്സിമം സ്പീഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും ത്രൂ USB-C. പക്ഷേ മാക്സേഫ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫങ്ഷനാലിറ്റി നിങ്ങൾക്ക് iPhone 16eയിൽ ലഭിക്കില്ല. iPhone 16eയിൽ നിങ്ങൾക്ക് വരുന്ന വയർലെസ് ചാർജിങ്ങും പഴയ ടെക്നോളജി 7 വാട്ടിൻ്റെ ഒരു ഓൾഡ് ടെക്നോളജി ചാർജിങ് ആണ്. ആ ഒരു കണക്ടിവിറ്റിയും അതേപോലെ പവേഴ്സും നിങ്ങൾ കുറവൊരു സൈഡാണ് ഈ പറഞ്ഞ 16eയിലേക്ക് നോക്കുമ്പോൾ. 16ലേക്ക് നോക്കുമ്പോൾ മാക്സിവ് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്സസറീസും മാക്സിവ് സപ്പോർട്ടായ ആക്സസറീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പവറിൽ ഈ പറയുന്ന വയർലെസ് ചാർജിങ്ങും അതോടൊപ്പം USB-Cയും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കേസുകൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കുന്ന കേസുകൾ ഇട്ടുകൊണ്ട് മാക്സേഫ് ഫങ്ഷനാലിറ്റീസ് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരു ചാർജിങ് സ്പീഡ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ പറഞ്ഞ ഡിവൈസിൽ ഏറ്റവും നല്ല പവറും ബാറ്ററി ബാക്കപ്പും ലഭിക്കാൻ പോകുന്നത് iPhone 16eയിൽ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിലെ സ്വന്തം C1 എന്ന ചിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബാറ്ററി കൺസപ്ഷൻ നല്ല രീതിക്ക് iPhone 16eയിൽ കുറയ്ക്കാൻ പറ്റും. ആൻഡ് കളർ ഓപ്ഷൻസ് നോക്കുമ്പോഴും iPhone 16eയിൽ നിങ്ങൾക്ക് 2 കളേഴ്സ് ആണെങ്കിൽ iPhone 16 സീരീസിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസും ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമല്ല, കാരണം നിങ്ങൾ കേസ് ഇടുന്ന കൂട്ടർക്ക് കേസ് ഇട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കളർ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് മോർ ഓവർ ഈ 2 ഡിവൈസിലും നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസും 8GB ഓഫ് റാമും ലഭിക്കുന്നുണ്ട്. സോ ഫങ്ഷണാലിറ്റി വൈസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡിവൈസ് ആർക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 16e എന്ന് പറയുന്നത് ബിഗിനേഴ്സിനും എൻട്രി ലെവലായിട്ട് നോക്കുന്ന കൂട്ടുകാർക്കാണ് 16e ഞാൻ കുറച്ചും കൂടെ ഒന്ന് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കോ അല്ലെങ്കിൽ iPhone 7, 8, 10, 11, SE എന്നീ പറഞ്ഞ സീരീസിൽ നിന്ന് പുതിയൊരു ഫോൺ എടുക്കാൻ നോക്കുന്ന ആൾക്കാർക്കോ ഈ iPhone 16e ഒരു നല്ലൊരു ജമ്പ് തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ക്യാമറയും അതേപോലെ കുറേയധികം ഫങ്ഷണാലിറ്റീസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോ ഫോർ iPhone 16. ആ ഒരു ഡിവൈസിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ക്യാമറ ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ കൂടുതലും പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും ഏത് ഡിവൈസാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളൊരു ഐഡിയയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. സോ എന്തായാലും ഇതേപോലുള്ള അടിപൊളി വീഡിയോസിനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Yebin Xavier, sign from Evika.